എന്താടോ ശാരദ വന്നില്ലേ? ഇല്ല, ഡ്രൈവർക്ക് സുഖമില്ല, നേരത്തെ പോയി. അപ്പൊ ഇദ്ദേഹത്തിനോടൊന്ന് കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എത്തി. താനങ്ങ് വലുതായല്ലോ. ഹേ, ആഫ്റ്റർ എ ലോങ് ടൈം. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. ഹലോ. ഇത് ലോപ്പസ്, രഞ്ജിത്ത്, പിന്നെ ഇവൻ എന്റെ പാച്ചു, ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ. ഹലോ. ഹലോ. ഡോക്ടർ രവീന്ദ്രൻ. ഇത് മൂത്ത മോടെ മോള് ഭദ്ര. ഇരിക്കുന്നില്ലേ? ഇല്ല, പോറാമ്പഴത്തേക്ക് ഞാനീ വന്നോളാം. ഹായ്, എന്താ അങ്ങനെ? അതല്ല, ഹോസ്പിറ്റലിൽ സ്വല്പം പണിയുണ്ട്. അല്ലെങ്കിൽ തന്നെ തനിക്കുന്ന ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം? മൂപ്പരാദ്യം ഒരു ആശുപത്രി ഉണ്ടാക്കി, അവിടെ ഇരുന്നുകൊണ്ട് ഒരു മോളെ ഡോക്ടറാക്കി, എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവാക്കി. ഇപ്പൊ എന്താ, ആശുപത്രിയുടെ ഭാരം മുഴുവൻ പിള്ളേരുടെ രണ്ടിനും തോളിൽ. പുള്ളി സുഖമായിട്ട് പോകും. പോടോ പോടോ, അത് താൻ കൂട്ടിയടിക്കുക. ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെ ഉണ്ട്. ഇല്ലെന്ന് ഇവ പറയട്ടെ. എന്തായാലും കുടുംബസമേതം കാശ് കൊയ്യുവാന്ന് ചുരുക്കം. വൈദ്യകുല അമ്മാവൻ കഷ്ടപ്പെടുന്ന തോന്നുന്നു. കളിക്ക്. എന്താടാ നീ കാണിച്ച? അത് അവിടെ വേണ്ട ചീട്ടല്ലേ, ഓർക്കണ്ടേ? ഡോക്ടർ സാർ വന്നില്ലല്ലോ. ഭാസിയുടെ കളി. ഞാനില്ല, സ്കൂട്ടി ചെയ്തു. ഇത്തിരി ജീരകവെള്ളം കുടിച്ചേച്ചു വരട്ടെ. ശരിക്കും കൈമോശായിരുന്നോ? നേര് പറഞ്ഞാ നല്ല അസല് കയ്യായിരുന്നു. ചിലപ്പോ ലക്കുണ്ടേല് തൊട്ട കൈക്ക് ഹാൻഡ് റമ്മി അടിക്കാവുന്ന കയ്യ്. സാറയച്ച കത്ത് ഇന്നലെ കിട്ടി. കിട്ടിയായിരുന്നോ? ഇന്നലെയാണ് കിട്ടുന്നത്. ഓ, ജീരകവെള്ളം. ചൂട് കൂടുതലാണോ? ഇല്ല. ചൂട് വേണോന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ചൂടാക്കി എടുത്തതാ. ഈ പൊന്നുമായിട്ടും തടിച്ച് ബോറാകാനുള്ള ലക്ഷണമാ അല്ല കുട്ടി? ഏയ്, ആണോ? ഇനിയിപ്പോ എന്താ ബോറാകാൻ? അത് കലക്കി. 6 കൊല്ലാവുന്നു. എന്തു പറ്റി ഇത്തവണ എങ്ങനെയൊന്ന് തോന്നാൻ, ഇങ്ങോട്ടൊന്ന് വരാൻ? തന്നെ കാണാൻ. ആശാനെ കിളത്തല്ലേ? കിളത്തല്ല, ഓരോ പുതിയ ഫോട്ടോയും കിട്ടുമ്പോ തോന്നും താൻ പിന്നെയും പിന്നെയും പിന്നെ മെച്ചമായിട്ട് വരുന്നു. ആഹാ, ആ പ്രായം അതല്ലേ. വരുന്നു. നിനക്ക് ചീട്ടിടണോ അതോ ഞങ്ങൾ കൊണ്ട് കളിക്കട്ടോ? വേണ്ട, ഞാൻ ദാ വരുന്നു. ഈ അപ്പൂപ്പൻ.
ജോലിയിലാണോ? ഒരു ചായ കൂടി വേണമായിരുന്നു. കൊണ്ടുതരാം. അയ്യോ അത് വേണ്ട, പണി പാതിക്ക് നിർത്തി വെച്ചിട്ട് പോണ്ട. ധൃതിയില്ലാന്ന് പറയായിരുന്നു. ഇതൊരു വല്ലാത്ത പാട് തന്നല്ലേ? അല്ല, ഞാൻ വിചാരിക്കായിരുന്നു എന്ത്? ഈ കിഴവന്മാര് മുറുക്കി തുപ്പുന്നതും വലിച്ചു തള്ളുന്നതും മുഴുവൻ ദിവസവും മറവ് ചെയ്യേണ്ടി വരാന്ന് പറയുന്നത്. ഏയ്, അതൊക്കെ ഒരു രസമല്ലേ? ഇന്നലെ ബന്ധം പറഞ്ഞു കേട്ടപ്പോ ഭാസിയുടെ മുറപ്പെണ്ണായിട്ട് വരുമല്ലേ? ആ, എന്ന് നാട്ടുകാര് പറയുന്നു. എന്ന് പറഞ്ഞാല് എന്റെ അമ്മയുടെ വകയിലൊരു അമ്മാവനായിട്ട് വരും, പൊന്നുവേട്ടന്റെ അപ്പൂപ്പൻ. ഓരോ ജാതിക്ക് ഓരോ കസ്റ്റംസ്. ഞങ്ങൾക്കാണെങ്കിൽ പെങ്ങളാ. എടാ എടാ, ഇവിടെ മുറച്ചിറക്കം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ മയത്തി ചെത്ത്. കലക്ക് വീടൊക്കെ ഒന്ന് മ്യൂസിക്കിലാകട്ടെ. നല്ലേ ഒരു ചായ കൂടെ, ഒന്നുകൂടെ. നിനക്ക് വേണോ? രണ്ട് ചായ. ഇപ്പൊ കുഞ്ഞിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് വന്ന ആ പയ്യനാണോ കിടന്ന് വിളിക്കുന്നത്? ഒന്ന് ചുമ്മാ എന്റെ താനമ്മേ. വീടിനൊരു അനക്കം വെച്ചതുപോലെ ആ കുഞ്ഞുങ്ങൾ വന്നപ്പോ. ആ, ഞാൻ ഇവര് വന്ന് അപ്പുറത്ത് ഇരുത്തിയേച്ചു വരാം. ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചതാ. ഇവൻ ഇതിന്റെ സ്ഥിരം യൂണിവേഴ്സിറ്റി ഫസ്റ്റാ ആയിരിക്കുമല്ലോ. മിടുക്കൻ, അസലായിരിക്കുന്നു. അപ്പൂപ്പിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? ഇന്നലെ തന്നല്ലോ. അത് വഴിയിൽ നിന്ന് എങ്ങാണ്ട് വാങ്ങിച്ച ഒരു മുന്തിരിങ്ങ. അതും തോന്നുന്നു ഗിഫ്റ്റ്. ഇവൻ സ്റ്റൈൽ. ഇനി ഇത് മുഷിയുമ്പോ വേറെ. ഇത് മുഷണ 21-ാം നൂറ്റാണ്ട് കിടക്കണം. അത്ര ബെസ്റ്റ് ക്വാളിറ്റി. ഈ ഫോറിൻ സാധനം എന്ന് പറഞ്ഞാൽ ഫോറിൻ സാധനം തന്നെ. ആ, നമ്മൾ ഇവിടെ ചീട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. അതേന്നെ. കളിക്കാനല്ല എന്തിനു കൊള്ളാം. അതെ. അപ്പൊ
ഇന്ന് നിങ്ങളുടെ പ്രോഗ്രാം എന്തായിരിക്കും? ഞാനങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൂപ്പൻ സജസ്റ്റ് ചെയ്യേ. ഇവരെ കൊണ്ടുപോയ കോട്ടയം ഒന്ന് കാണിച്ചാലോ? ആ അത് ഐഡിയ. വഴി അറിയാവോ? വഴി ഒന്ന് പറഞ്ഞേരെ, കൊറേ മുമ്പ് പോയതല്ലേ. നമ്മുടെ ഡോക്ടറെ വീടില്ലേ, ആ. അതും കഴിഞ്ഞ് നേരെ വടക്കോട്ട് പോയി. ആ മനസ്സിലായി. ഞാൻ വരണോ? ഏയ് വേണ്ട, എനിക്കിപ്പോ പിടികിട്ടി. ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ.